ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ തമിഴ്നാട്, ലക്ഷദ്വീപ്, കേരള സന്ദർശനം ഇന്ന് ആരംഭിക്കും. 20,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കും. സ്ത്രീശക്തി മോദിക്കൊപ്പം വനിതാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നാളെ തൃശൂരിൽ. തനത് വരുമാന വർധനയിലും ആഭ്യന്തര ഉൽപാദനത്തിലും പ്രതിശീർഷ വരുമാനത്തിലും കേരളം വളർച്ച കൈവരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലെത്തിച്ച് വികസിത് ഭാരത് സങ്കല്പയാത്ര തുടരുന്നു. ജപ്പാനിൽ ശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് പുറപ്പെടുവിച്ച അതിജാഗ്രതാ സുനാമി മുന്നറിയിപ്പ് പിൻവലിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. ഉച്ചകഴിഞ്ഞ് തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് 2 ലക്ഷം വനിതകൾ പങ്കെടുക്കുന്ന സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ നടക്കുന്ന മഹിളാ സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിയെ ചടങ്ങിൽ ബിജെപി കേരള ഘടകം ആദരിക്കും. ഇതിനോടനുബന്ധിച്ച് റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് തൃശൂർ നഗരത്തിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ വനിതകളുടെ വരവേൽപ്പ് കൂടിയാക്കി മാറ്റുകയാണ് തൃശൂരിലെ വനിതകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവേൽപ്പിന് മുന്നോടിയായി തൃശൂരിൽ 2000 സ്ത്രീകൾ അണിനിരന്ന മെഗാ തിരുവാതിര അരങ്ങേറി. വടക്കുംനാഥന്റെ മുറ്റത്താണ് തിരുവാതിര അരങ്ങേറിയത്. ഗോകുലം ഗോപാലൻ മെഗാ തിരുവാതിര ഉദ്ഘാടനം ചെയ്തു. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ 2 ലക്ഷം വനിതകളാണ് പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ തമിഴ്നാട്, ലക്ഷദ്വീപ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. വിവിധ വികസന പദ്ധതികളുടെ സമർപ്പണവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വിശദാംശങ്ങളിലേക്ക്. ഇന്ന് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ എത്തുന്ന പ്രധാനമന്ത്രി ഭാരതിദാസൻ സർവകലാശാലയുടെ 38ാമത് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഉച്ചയ്ക്ക് തിരുച്ചിറപ്പള്ളിയിലെ പൊതുപരിപാടിയിൽ വ്യോമയാനം, റെയിൽ, റോഡ്, എണ്ണ, പ്രകൃതിവാതകം, ഉന്നത വിദ്യാഭ്യാസ മേഖലകളുമായി ബന്ധപ്പെട്ട 19,850 കോടി രൂപയിലധികം വരുന്ന വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സേലം മാഗ്നസൈറ്റ് ജംഗ്ഷൻ, ഓമല്ലൂർ മേട്ടൂർ ഡാം, മധുര തൂത്തുക്കുടി റെയിൽപാത ഇരട്ടിപ്പിക്കൽ പദ്ധതികൾ, ട്രിച്ചി കല്ലകം, സേലം തിരുപ്പത്തൂർ വാണിയമ്പാടി 4-വരിപ്പാത ഉൾപ്പെടെയുള്ള 5 റോഡ് പദ്ധതികൾ എന്നിവ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. കാമരാജർ തുറമുഖത്തിന്റെ ജനറൽ കാർഗോ ബർത്ത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ ആറ്റോമിക് റിസർച്ചിലെ ഡെമോൺസ്ട്രേഷൻ ഫാസ്റ്റ് റിയാക്ടർ ഫ്യൂവൽ റീപ്രോസസിംഗ് പ്ലാന്റും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി ലക്ഷദ്വീപിലെ അഗത്തിയിലെത്തും. നാളെ കവരത്തിയിൽ വാർത്താവിനിമയം, കുടിവെള്ളം, സൌരോർജ്ജം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിലെ നിരവധി വികസന പദ്ധതികൾക്ക് തറക്കല്ലിടും. തുടർന്ന് കവരത്തിയിലെ സൌരോർജ്ജ പ്ലാന്റ് രാജ്യത്തിന് സമർപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഡിസംബർ മാസത്തിൽ രാജ്യത്തെ മൊത്തം ചരക്ക് സേവന നികുതി വരുമാനം 1,64,882 കോടി രൂപയിലെത്തി. 2022 ഡിസംബർ മാസത്തെ GST വരുമാനത്തേക്കാൾ 10.3% കൂടുതലാണ് 2023 ഡിസംബർ മാസത്തെ വരുമാനം. അതിൽ കേന്ദ്ര ചരക്ക് സേവന നികുതി 30,443 കോടി രൂപ, സംസ്ഥാന ചരക്ക് സേവന നികുതി 37,935 കോടി രൂപ, സംയോജിത ചരക്ക് സേവന നികുതി 84,255 കോടി രൂപ, സെസ് 12,249 കോടി രൂപ എന്നിവ ഉൾപ്പെടുന്നു. കഴിഞ്ഞ 9 മാസത്തിനിടെ 14.97 ലക്ഷം കോടി രൂപ സമാഹരിച്ചതോടെ GST കളക്ഷൻ 12% വളർച്ച കൈവരിച്ചതായി മന്ത്രാലയം കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ GST വരുമാനം 2,458 കോടി രൂപ 2022 ഡിസംബറിലെ 2,185 കോടി രൂപയേക്കാൾ 12% വർധന. ISRO PSLV C-58 എക്സ്പോസാറ്റ് പുതുവത്സര ദിനത്തിൽ വിജയകരമായി വിക്ഷേപിച്ചു. ആന്ധ്രാപ്രദേശിൽ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ രാവിലെ 9:10 വിക്ഷേപണം. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളെ നിരീക്ഷിക്കുക വഴി തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ താരങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കുകയാണ് എക്സ്പോസാറ്റിന്റെ ലക്ഷ്യം. ദൌത്യത്തിന്റെ കാലാവധി 5 വർഷമാണ്. ഇന്ത്യയുടെ പ്രഥമ സൌരോർജ്ജ ദൌത്യമായ ആദിത്യ L1 ഈ മാസം 6-ന് ഭൂമിയിൽ നിന്ന് 1.5 ദശലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലഗ്രാൻജിയൻ പോയിന്റിൽ എത്തുമെന്ന് ISRO ചെയർമാൻ S. സോമനാഥ്. എക്സ്പോസാറ്റ് വിക്ഷേപണത്തോടനുബന്ധിച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദിത്യ L1 സ്ഥാപിക്കുവാനുള്ള അന്തിമ നീക്കം ശ്രീഹരിക്കോട്ടയിൽ ISRO ഉടൻ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ISROയ്ക്ക് ഈ വർഷം ഏകദേശം 12 മുതൽ 14 വരെ ദൌത്യങ്ങൾ ഉണ്ടെന്ന് ശ്രീ സോമനാഥ് പറഞ്ഞു.
തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ വിൽപ്പന ഇന്നു മുതൽ ആരംഭിക്കും. SBIയുടെ 29 അംഗീകൃത ശാഖകൾ വഴി ഈ മാസം 11 വരെ വിൽപ്പന നടത്തും. ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ജമ്മുകശ്മീർ, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഒഡീഷ, ബീഹാർ, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ അംഗീകൃത SBI ശാഖകൾ വഴിയാണ് വിൽപ്പന. ബോണ്ടുകളുടെ വിൽപ്പനയ്ക്ക് SBIക്ക് അധികാരം നൽകിയതായി കേന്ദ്ര ധനമന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. നമോ ആപ്പിൽ ജൻമൻ സർവേ നടത്താനും കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യ കൈവരിച്ച പുരോഗതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പങ്കിടാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൌരന്മാരോട് അഭ്യർത്ഥിച്ചു. ജൻമൻ സർവേ എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ച് അഭിപ്രായങ്ങൾ പങ്കിടണമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകളാണ് ഈ കേൾക്കുന്നത്. സിഖ് ഭീകര സംഘടനയായ ബാബ ഖർസ ഇന്റർനാഷണലുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഗോൾഡി ബ്രാറിനെ നിയമവിരുദ്ധ പ്രവർത്തന പ്രതിരോധ നിയമപ്രകാരം കേന്ദ്ര സർക്കാർ ഭീകരവാദിയായി പ്രഖ്യാപിച്ചു. നിലവിൽ കാനഡയിലെ ബ്രാംപ്ടണിലാണ് പഞ്ചാബ് സ്വദേശിയായ ഇയാൾ താമസിക്കുന്നത്. ആയുധങ്ങൾ, സ്ഫോടക വസ്തുക്കൾ എന്നിവയുടെ കള്ളക്കടത്ത്, നിരവധി കൊലപാതകങ്ങൾ എന്നീ കുറ്റകൃത്യങ്ങൾ ഗോൾഡി നടത്തിയിട്ടുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ജപ്പാനിൽ ശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് പുറപ്പെടുവിച്ച അതിജാഗ്രതാ സുനാമി മുന്നറിയിപ്പ് പിൻവലിച്ചു. എന്നാൽ തിരമാലകൾ ആഞ്ഞടിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ സാധാരണ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരമാലകൾ 3 മീറ്റർ വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരപ്രദേശങ്ങളിലെ താമസക്കാരോട് വീടുകളിലേക്ക് മടങ്ങരുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് ഭൂകമ്പ മാപിനിയിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് തീരപ്രവിശ്യകളായ ഇഷിക്കാവ, നീഗാദ, തോയാമ എന്നിവിടങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയത്. ബ്രിക്സ് കൂട്ടായ്മയിലേക്ക് പുതിയ 5 രാജ്യങ്ങൾ കൂടി. ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൌദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങളാണ് പുതുവർഷത്തിൽ ഈ കൂട്ടായ്മയിലെ അംഗങ്ങളായത്. കൂടുതൽ വിവരങ്ങൾ 2006 ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്നാണ് ബ്രിക് കൂട്ടായ്മ ആരംഭിച്ചത്. പിന്നീട് 2010 ദക്ഷിണാഫ്രിക്കയും കൂട്ടായ്മയിലേക്ക് എത്തിയതോടെ ഇത് ബ്രിക്സ് ആയി മാറി. ആഫ്രിക്ക, പശ്ചിമേഷ്യ, ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഈ 5 രാജ്യങ്ങൾ കൂടി പുതുതായി ബ്രിക്സിലേക്ക് ചേരുന്നതോടെ പാശ്ചാത്യ സ്വാധീനം കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ അംഗത്വത്തിലൂടെ ആഗോളതലത്തിൽ ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുടെ പ്രാതിനിധ്യം വർദ്ധിക്കും. സൌദി അറേബ്യ, UAE രാജ്യങ്ങളിൽ കൂടുതൽ നിക്ഷേപ അവസരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ രാജ്യങ്ങളുടെ ഈ വരവ് സാമ്പത്തിക സഹകരണത്തിനും വികസനത്തിനുമുള്ള പുതിയ വഴികൾ തുറക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. നോബൽ സമ്മാന ജേതാവും പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ മുഹമ്മദ് യൂനിസിന് തടവു ശിക്ഷ വിധിച്ച് ബംഗ്ലാദേശ് കോടതി. തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചു എന്ന കുറ്റത്തിനാണ് 6 മാസത്തെ തടവു ശിക്ഷയ്ക്ക് വിധിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്ര രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുരോഗമിക്കുന്നു. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ വിവിധ മേഖലകളിൽ യാത്ര വിജയകരമായി പര്യടനം നടത്തുകയാണ്. ചോക്ലംസർ, സ്റ്റോക്ക്, സബു, ഫ്യാങ് പ്രദേശങ്ങളിൽ യാത്ര എത്തി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ആവേശകരമായ സ്വീകരണമാണ് യാത്രയ്ക്ക് ലഭിക്കുന്നത്. ഇന്നലെ കൊല്ലത്ത് നീണ്ടകര, ആലപ്പുഴയിൽ ദേവികുളങ്ങര, കോട്ടയത്ത് കുറവിലങ്ങാട്, ഇടുക്കിയിലെ ചിന്നക്കനാൽ, മലപ്പുറം ജില്ലയിലെ വേങ്ങര, കണ്ണമംഗലം എന്നീ പഞ്ചായത്തുകളിൽ ബോധവൽക്കരണ പരിപാടികൾ നടന്നു. സമസ്ത മേഖലകളിലും പുരോഗതി കൈവരിക്കാൻ 7.5 വർഷത്തിനിടെ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തനത് വരുമാന വർധനയിലും ആഭ്യന്തര ഉൽപാദനത്തിലും പ്രതിശീർഷ വരുമാനത്തിലും സംസ്ഥാനം വളർച്ച കൈവരിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തൃക്കാക്കര മണ്ഡലത്തിൽ നടന്ന നവകേരള സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ വികസന പദ്ധതികൾ രാജ്യത്തിന് തന്നെ അഭിമാനമാണെന്ന് പിന്നീട് പിറവം മണ്ഡലതല നവകേരള സദസ്സിനെ അഭിസംബോധന ചെയ്ത് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇന്ന് ഉച്ചകഴിഞ്ഞ് തൃപ്പൂണിത്തുറ മണ്ഡലത്തിലും കുന്നത്തുനാട് മണ്ഡലത്തിലും നവകേരള സദസ്സ് നടക്കും. NSS സ്ഥാപകൻ മന്നത്ത് പത്മനാഭന്റെ 147ാമത് ജയന്തി ഇന്ന് ആചരിക്കുന്നു. NSS ആസ്ഥാനമായ ചങ്ങനാശ്ശേരി പെരുന്നയിൽ രാവിലെ നടക്കുന്ന ജയന്തി സമ്മേളനം തെന്നല ബാലകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്യും. C. രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. 91ാമത് ശിവഗിരി തീർത്ഥാടനം സമാപിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ കച്ചവടം അവസാനിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞതായി സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി വി. ശിവൻകുട്ടി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ, തൊഴിൽ വകുപ്പുകൾ ചേർന്ന് നടപ്പാക്കിയ കർമ്മചാരി പദ്ധതി ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ കൂടി ഉൾക്കൊണ്ട് നടപ്പാക്കിയതാണെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, MLA മാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30-നാണ് മത്സരം. 3 കളികളുള്ള പരമ്പരയിൽ ഓസ്ട്രേലിയ 2-0 മുന്നിലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ തമിഴ്നാട്, ലക്ഷദ്വീപ്, കേരള സന്ദർശനം ഇന്ന് ആരംഭിക്കും. 20,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കും. സ്ത്രീശക്തി മോദിക്കൊപ്പം വനിതാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നാളെ തൃശൂരിൽ. തനത് വരുമാന വർധനയിലും ആഭ്യന്തര ഉൽപാദനത്തിലും പ്രതിശീർഷ വരുമാനത്തിലും കേരളം വളർച്ച കൈവരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലെത്തിച്ച് വികസിത് ഭാരത് സങ്കല്പയാത്ര തുടരുന്നു. ജപ്പാനിൽ ശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് പുറപ്പെടുവിച്ച അതിജാഗ്രതാ സുനാമി മുന്നറിയിപ്പ് പിൻവലിച്ചു.
ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.